അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3-ാം ക്ലാസ്സിലെ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദുറൂസുൽ ഇഹ്സാനിലെ 2ാമത്തെ പാഠമാണ്. പാഠം 2, അയൽവാസികൾ. ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്? അയൽവാസികൾ. കൂട്ടുകാരെ, നമ്മുടെ അടുത്ത വീടുകളിൽ പ്രയാസമുണ്ടാവുമ്പോൾ സഹായത്തിനു വേണ്ടി നാം അവിടെ ഓടി എത്താറില്ലേ? സഹായത്തിനു വേണ്ടി നാം അവിടെ ഓടി എത്താറില്ലേ? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. ആരാണ് നമ്മുടെ അയൽവാസികൾ? ആരാണ്? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. നല്ല 2 അയൽവാസികളെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു കഥ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസാനിൽ, ഏത് സ്ഥലത്താണ്? ഖുറാസാനിൽ അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക്, എന്താ പേര്? അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് റളിയല്ലാഹു അൻഹു. വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസാൻ എന്ന സ്ഥലത്ത് അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് റളിയല്ലാഹു അൻഹു എന്ന ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു. അല്ലേ? ഒരു പണ്ഡിതനാണ്. ആര്? അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക്. അവരെവിടെയാണ് താമസിക്കുന്നത്? ഖുറാസാനിൽ. എവിടെയാണ് താമസിക്കുന്നത്? ഖുറാസാൻ എന്ന സ്ഥലത്ത്. ആരാ താമസിക്കുന്നത്? അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക്. അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടി ഉറപ്പിച്ച ആളായിരുന്നു അദ്ദേഹം. അല്ലേ? അബ്ദുല്ലാഹിബ്നുൽ മുബാറക്ക് മഹാപണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടി ഉറപ്പിച്ച ആളുമായിരുന്നു. അദ്ദേഹത്തിന് ജൂതനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. എങ്ങനെയുള്ള ഒരു അയൽവാസിയാണ്? ജൂതനാണ്. അല്ലേ? അയൽവാസി, ഒരു ജൂതനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രയാസം കാരണം, എന്ത് കാരണമാണ്? സാമ്പത്തിക പ്രയാസം കാരണം ആ ജൂതൻ തൻ്റെ വീട് വിൽപ്പനക്ക് വെച്ചു. അല്ലേ? എന്തുകൊണ്ടാണ് വിൽപ്പനക്ക് വെച്ചത്? സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നു ആ ജൂതൻ. അല്ലേ? സാമ്പത്തിക പ്രയാസം കാരണം ആ ജൂതൻ തൻ്റെ വീട് വിൽപ്പനക്ക് വെച്ചു. 2000 നാണയമായിരുന്നു അദ്ദേഹം അതിന് ആവശ്യപ്പെട്ട വില. ആ വീട് വിൽക്കുമ്പോൾ ആ വീടിന് എത്ര വിലയാണ് അദ്ദേഹം പറഞ്ഞത്? ആ ജൂതൻ പറഞ്ഞത് 2000 നാണയം. അല്ലേ? പണ്ടുള്ളതാണ്, അപ്പോൾ നാണയം എന്നാണ് പറയുക. 2000 നാണയമായിരുന്നു അദ്ദേഹം അതിന് ആവശ്യപ്പെട്ട വില. പക്ഷേ അതിന്
1000 നാണയമാണ് വില എന്നും 2000 അധികമാണെന്നും കച്ചവടക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു. അല്ലേ, കച്ചവടം ചെയ്യുമ്പോൾ പുറത്തുള്ള ആൾ പറഞ്ഞു അതിന് 2000 ഒന്നുമില്ല, 1000 മാത്രമേ അതിന് വിലയുള്ളൂ എന്ന് ആരാ പറഞ്ഞേ? കച്ചവടക്കാർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതിന് 1000 ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വീടിൻ്റെ വില 1000 നാണയമാണ്. വീടിന് ആ ജൂതൻ പറഞ്ഞു, ആ കച്ചവടക്കാർ പറഞ്ഞതുകൊണ്ട് ജൂതൻ പറഞ്ഞു, അതെ അതിന് 1000 നാണയമാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. 1000 നാണയം എൻ്റെ നല്ല അയൽപക്കത്തിനുള്ള വിലയാണ്. 1000 നാണയം എൻ്റെ നല്ല അയൽപക്കത്തിനുള്ള വിലയാണ്. ആരാണ് നിങ്ങളുടെ അയൽവാസി എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണെന്ന് ആ ജൂതൻ മറുപടി പറഞ്ഞു. അല്ലേ, നല്ലൊരു അയൽവാസിയാണ് അല്ലേ അപ്പുറം ഉള്ളത്. അപ്പോൾ നല്ലൊരു അയൽവാസി ആകുമ്പോൾ ആ വീടിന് 1000 അല്ല 2000 കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ. മോശമായ അയൽവാസി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കാൻ നമുക്ക് സന്തോഷം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ നല്ലൊരു അയൽപക്കമാണ്, അതുകൊണ്ടാണ് ജൂതൻ 2000 നാണയം പറഞ്ഞത്. ഈ സംഭവം അറിഞ്ഞ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വീടിൻ്റെ വില ജൂതന് നൽകുകയും വീട് വിൽക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? വീടിൻ്റെ വില എന്ത് ചെയ്ത്? അദ്ദേഹം തന്നെ ജൂതന് കൊടുത്തു അല്ലേ. 1000 നാണയം ജൂതന് കൊടുത്തിട്ട് പറഞ്ഞു വീട് വിൽക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. കഥയിലെ ഗുണപാഠങ്ങൾ, കഥയിൽ എന്താ മനസ്സിലായത് എന്നാണ് പറയുന്നത്. അയൽവാസികളെ സ്നേഹിക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം. അവരോട് എങ്ങനെ പെരുമാറേണ്ടത്? അവരോട് നല്ല രീതിയിൽ പെരുമാറണം. അയൽവാസി ഏത് മതവിശ്വാസിയായാലും നാം ഗുണം മാത്രം ചെയ്യണം. എന്ത് മാത്രം ചെയ്യാവൂ? ഗുണം മാത്രം ചെയ്യണം. അയൽവാസിയോടുള്ള കടമകൾ എന്തൊക്കെയാണ്? അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക. അവരെ ബഹുമാനിക്കുക. അവർക്ക് ഗുണം ചെയ്യുക. അവരെ സന്ദർശിക്കുക. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അവരുടെ കുറവുകൾ മറച്ചുവെക്കുക. ലൈസൽ മുഅ്മിനുല്ലദീ, എന്താ പറയുന്നത്? ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി
ലൈസൽ മുഅ്മിനുല്ലദീ ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി ജാഇഉൻ ഇലാ ജംബിഹി ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അതിൻ്റെ അർത്ഥം എന്താ? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ വയറ് നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല പൂർണ്ണ വിശ്വാസി അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളെ പറ്റി പറഞ്ഞത്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ വയറ് നിറച്ചു ഭക്ഷിക്കുന്നവൻ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? അറബിയിൽ എന്താ? ലൈസൽ മുഅ്മിനുല്ലദീ ലൈസൽ മുഅ്മിനുല്ലദീ പരീക്ഷയ്ക്ക് വരും. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി ജാഇഉൻ ഇലാ ജംബിഹി ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അടുത്ത പാഠഭാഗമായിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.